ഹായ്, നമസ്കാരം. ഇന്നൊരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ഒരു മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ പുഡിങ്ങിൻ്റെ പ്രത്യേകത, ഞാനിതിൽ ജലാറ്റിനോ അഗറോ ചൈന ഗ്രാസോ ഒന്നും തന്നെ ചേർക്കാതെ വളരെ നാച്ചുറലായി ഉണ്ടാക്കിയതാണ്. പൊതുവെ പുഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ടേസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഒരുപാട് കട്ടിയായിട്ടുള്ള മധുരമൊന്നുമില്ലാത്ത ഈ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 ലിറ്റർ ഫുൾ ഫാറ്റ് മിൽക്കാണ് ഒഴിച്ചിരിക്കുന്നത്. പാലൊന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം. തിളച്ച് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഒരുപാട് നേരം തിളപ്പിക്കൊന്നും വേണ്ട, പക്ഷെ കുറച്ചൊന്ന് തിളയ്ക്കണം. ഒരു 10 മിനിറ്റോളം ഞാനിതിനെ 5-10 മിനിറ്റോളം ഞാനിതിനെ തിളപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. പുഡിങ് പൊതുവേ ഒരുപാട് ഹാർഡായിട്ടുള്ള മധുരത്തിലല്ല കിട്ടുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലിടാം. ഇത് 80 ml കപ്പായിരുന്നു. അപ്പം ഇതിട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഇതുപോലെ തിളക്കട്ടെ. നന്നായിട്ടൊന്ന്, ഒരുപാട് കുറുകേണ്ട ആവശ്യമില്ല. അത് ഹാഫ് ആവുമൊന്നും വേണ്ട കേട്ടോ. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു 3 ടേബിൾ സ്പൂണോളം കൂവപ്പൊടിയാണ് കേട്ടോ. ആരോറൂട്ട് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കാം. ഇതിന് 1/2 കപ്പ് ഞാൻ മൊത്തത്തിൽ ഒഴിക്കുന്നുള്ളൂ. ഒഴിച്ച് അതിനെ നന്നായി ഒന്ന് കട്ടയില്ലാത്ത വിധത്തിൽ ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ മിക്സിങ് ഏജൻറ്റ് കേട്ടോ. നമ്മുടെ മിൽക്ക് പുഡിങ്ങിൽ ജലാറ്റിനും അഗറിനും ഒക്കെ പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഈ ഇളക്കി വെച്ചിട്ടുള്ള കൂവപ്പൊടിയുടെ മിക്സ് ഒഴിക്കുകയാണ്. കുത്തനെ ഒഴിക്കരുത്, വളരെ മെല്ലെ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂവപ്പൊടി ഇട്ട ഉടനെ തന്നെ അത് കട്ടിയായി തുടങ്ങും കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് കട്ടിയായിട്ട് വളരെ പെട്ടെന്ന് ഉപയോഗിക്കണമെങ്കിൽ കൂവപ്പൊടിയുടെ അംശം കൂട്ടാം, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് പെട്ടെന്ന് വരും. ഇതിലിപ്പോൾ നമ്മൾ ഈ 3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ കൂവപ്പൊടിയുടെ ടേസ്റ്റോ ബാക്കിയുള്ളതോ ഒന്നും തന്നെ അറിയുകയുമില്ല. കൂവ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഉണ്ടാവില്ല ശരീരത്തിന് ഇത് കഴിക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതിട്ട് നന്നായി ഒന്ന് തിളച്ച് അതൊന്ന് നന്നായി കുറുകി വരണം. പക്ഷെ സാധാരണ കൂവപ്പായസം ഉണ്ടാക്കുന്നത്ര കുറുകി വരില്ല ഇത്. ഇത് കണ്ടോ, ടെക്സ്ചറൊക്കെ മാറി അത് തമ്മിലൊന്ന് നല്ല ബൈൻഡിങ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് കുക്കിംഗ് ആവും കേട്ടോ. ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല. 1 ടീസ്പൂണോളം ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല. നമ്മൾ പൊതുവെ പായസത്തിലൊക്കെ ഇടുന്നതുകൊണ്ട് ഞാനൊരു ബട്ടർ മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഈ ബട്ടറൊക്കെ അതിലൂടെ നന്നായി ഒന്ന് മെൽറ്റായി ഇത് നന്നായി ഒന്ന് മിക്സായി വരട്ടെ. കൂവപ്പൊടിയുടെ അളവ് കൂടുമ്പോൾ അതിനനുസരിച്ച് കട്ടി കൂടും. ഇപ്പോൾ കണ്ടോ, ഇതാണ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിനെ ഒന്ന് തണുക്കാനായി വെക്കാം. ചൂടോടുകൂടി പൊതുവേ നമ്മൾ പുഡിങ് കഴിക്കാറില്ലല്ലോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനിതിനെ ഒന്ന് ഓഫ് ചെയ്തിട്ട് മെല്ലെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതിനെ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനാക്കി ഒഴിക്കാം. ഞാൻ ഇങ്ങനത്തെ ചെറിയ ബൗൾസാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്യാം. കണ്ടോ, ഒഴിക്കുമ്പോൾ തന്നെ അറിയാം അത് കുറച്ച് കട്ടിയായിട്ടുള്ളതാണ്. ഇത് ഇരുന്ന് സെറ്റാവും. ഞാനിതിനെ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കുറച്ച് നേരം. ഇതൊന്ന് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ഒരു 1/2 മണിക്കൂർ. തണുപ്പിച്ച് കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം. അതല്ലാതെ തന്നെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിക്കേണ്ടവർക്കും കഴിക്കാം. പക്ഷെ തണുത്തിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് സൈഡൊന്ന് വിട്ട് കൊടുക്കുന്നു എന്ന് മാത്രം ഇടാനായിട്ട്. ഇതിങ്ങനെ തിരിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ ആ ബൗളിൽ നിന്നെടുത്ത് കഴിക്കാം കേട്ടോ. ഞാൻ അതിൻ്റെ ടെക്സ്ചർ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടുക. കണ്ടോ, അത് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. കഴിക്കാനുള്ളത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ടെക്സ്ചർ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഒറിജിനൽ പുഡിങ് പോലെ തന്നെ ഉണ്ടാവും. നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് പോലെ തന്നെ ഉണ്ടാവും. വളരെ ഹെൽത്തിയുമാണ് ഇത്. ഇതിങ്ങനെ കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ ടെക്സ്ചറൊക്കെ സൂപ്പർ ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല മെൽട്ടിംഗ് ആണ് മൗത്തിൽ. അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഇന്നത്തെ പുഡിങ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് പിസ്തയും കൂടി ഒരു ലുക്കിന് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കിത് ഗസ്റ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കുറച്ച് കൂവപ്പൊടിയും പാലും ഉണ്ട് എങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. വലിയ ഡെക്കറേഷനും ബാക്കിയുള്ളതുമൊന്നുമില്ല, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.